അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇതെന്ന് വെച്ചാൽ ഏതൊരു അക്കൗണ്ടിങ്ങും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ജനറലി അക്സെപ്റ്റഡ് ആയിരിക്കും. ആ റൂൾ വെച്ചിട്ടാണ് എല്ലാ അക്കൗണ്ടിങ്സും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ദ ടേംസ് GAAP. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് GAAP, വാട്ട് ഈസ് GAAP എന്ന ഫുൾ ഫോമോ അല്ലെങ്കിൽ അതിന് ഒരു 2 മാർക്കിനും 3 മാർക്കിനും ആയിരിക്കും ചോദിക്കുന്നത്. ടേം GAAP. The term GAAP is used to describe rules developed for the preparation of financial statement and are called concepts, conversions, postulates, principles, etc. These GAAPs are the backbone of the accounting information system. ഇനി അതിൻ്റെ അടിയിൽ വരുന്നതാണ് കുറച്ച് കോൺസെപ്റ്റാണ്. എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് ഓഫ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. ഇത്രയാണ് കോൺസെപ്റ്റുകൾ. അപ്പോൾ ഇതിൽ എൻറ്റിറ്റി കോൺസെപ്റ്റാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ദ ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റഡ് ആൻഡ് ഡിസ്റ്റിങ്വിഷസ് എൻറ്റിറ്റി. അതായത് ബിസിനസ്സും ഓണറും സെപ്പറേറ്റഡ് ആണ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓൺലി ദസ് ട്രാൻസാക്ഷൻ which can be measured in terms of money should be recorded. എല്ലാ ട്രാൻസാക്ഷനും മണി മെഷർ ചെയ്യും, എന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുക. അതായത് മണി മെഷർമെൻറ്റിലൂടെ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ഇറ്റ് അസ്യൂമിങ് ദറ്റ് എവറി ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഗോയിങ് കൺസേൺ എന്ന് വെച്ചാൽ എല്ലാ ബിസിനസ്സും ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യും, നടന്നുകൊണ്ടിരിക്കും, അസ്യൂമിങ്. പിന്നെ വരുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. അത് 12 month പീരീഡ് ആണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് April 1 മുതൽ അടുത്ത March 31 വരെയാണ് ജനറലി ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് കോൺസെപ്റ്റ്, നമ്മളിപ്പോൾ അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ എഴുതുന്ന സമയത്ത്, നമ്മൾ ബിസിനസ്സിൽ എഴുതുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റ്, ആക്ച്വൽ പ്രൈസ് വിച്ച് ഈസ് കോൾഡ് കോസ്റ്റ്, അതായത് ആ കോസ്റ്റ് പ്രൈസിലായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാം. ഓൾ ട്രാൻസാക്ഷൻ റെക്കോർഡിംഗ് ഇൻ ബുക്ക് ഓഫ് അക്കൗണ്ട് ആൻഡ് ആക്ച്വൽ പ്രൈസ് വിച്ച് ഈസ് കോൾഡ് കോസ്റ്റ്. ആ കോസ്റ്റ് പ്രൈസിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് വെച്ചാൽ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട്സുകൾ ഉണ്ടാവും. പർച്ചേസ് ഓഫ് മെഷീനറി അക്കൗണ്ടഡ് ടു ക്യാഷ് ആണല്ലോ അതിൻ്റെ ട്രാൻസാക്ഷൻ, അതിൻ്റെ എൻട്രീസ്. അപ്പോൾ മെഷീനറിയും ക്യാഷും ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ആ ആസ്പെക്റ്റുകളെയാണ് നമ്മൾ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എവറി ട്രാൻസാക്ഷൻ ഹാവ് 2 ആസ്പെക്ട്. അടുത്തതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, എഴുതി വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ ആണോ ചെയ്യുന്നത് ആ ട്രാൻസാക്ഷൻ എന്താണ് മനസ്സിലാക്കുക. ക്യാഷ് വെച്ചിട്ടാണോ നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്തത്, അത് ക്യാഷ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ക്രെഡിറ്റിനാണോ കടത്തിനാണോ നിങ്ങളത് വാങ്ങുന്നത്, കടത്തിനാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇൻസ്റ്റാൾ ബേസിലാണോ നിങ്ങളൊരു സാധനം വാങ്ങിയത്, അത് മനസ്സിലാക്കുക. അതന്നെ റിയലൈസേഷൻ കോൺസെപ്റ്റ്, സിമ്പിൾ. പിന്നെ വരുന്നതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെൻസും നമ്മുടെ റവന്യൂവും അത് ഈക്വൽ ആയിരിക്കണം. ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഏൺഡ് ആൻഡ് ബൈ ദ ബിസിനസ് ഡ്യൂറിങ് ദ പീരീഡ് ഇറ്റ് ഈസ് നെസസറി ടു മാച്ച് ദ റവന്യൂ ഓഫ് ദ പീരീഡ് വിത്ത് ദ എക്സ്പെൻസ് ഓഫ് ദ കറസ്പോണ്ടിങ് പീരീഡ്. നമ്മൾ എന്തൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ്പെൻസ് കാര്യങ്ങൾ കാണിച്ചിരിക്കണം. അവിടെ അത് ഈക്വൽ ആയിരിക്കണം, ടാലി ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാച്ചിങ് കോൺസെപ്റ്റ്. Each recorded transaction in book of account should be have an adequate evidence to support it. അതായത് നിങ്ങൾ ഏതൊരു ട്രാൻസാക്ഷൻ എഴുതുന്നുണ്ടെങ്കിലും അതിനൊരു അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പോൾ നിങ്ങൾ ഗോഡൗണിൽ ഇത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലോ ബുക്സിലോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗോഡൗണിൽ ഉണ്ടായിരിക്കണം.